നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. കഴിക്കാൻ പോവാണ് ഞാൻ. പുട്ടും കടലയാണ് കഴിക്കാം കേട്ടോ. ആ ചേട്ടൻ കഴിച്ചു തുടങ്ങി. പുട്ട് കടല അല്ലേ ചേട്ടാ? സൂപ്പറാണോ? പുട്ട് കടല. പുട്ടും കടലും കഴിച്ചാലേ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. ഈ കടല ഭയങ്കര പ്രോട്ടീൻ ഉള്ളതാണ്. കടലയും ചെറുപയറും പ്രോട്ടീനല്ലേ? ചെറുപയറുണ്ട്. പ്രോട്ടീനാണ് കടലയേക്കാളും സൂപ്പർ. ചെറുപയറാ കടല എനിക്കിഷ്ടം ചേട്ടാ. എന്തൊരു വലിപ്പല്ല, നന്നായിട്ട് പഴുത്തത്, നല്ല കളറായി. ദൈവമേ, എന്താ പേര്? ഏറാടനോ? അതെയോ? വർക്ക് ചെയ്യാം. നമ്മുടെ ഇനി അവിടെ ആവണുള്ളൂ. ഞങ്ങൾ തിരുവാതിരക്കും കുഞ്ഞുകായ ചെറുപഴല്ലേ? പാളയം കൊടനെ മിക്കവാറും അതന്നെ പാളയം കൊണ്ട് അതാ കുടിക്കാൻ പോകുമ്പോ കൊണ്ടുപോകും. അതിന് വല കൊണ്ട് പൊടിച്ചിട്ട് തിന്നുമ്പോ എന്താ രസം അറിയാം. പഴം കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. എനിക്ക് കടല അത്ര ഇഷ്ടമല്ല. ചേട്ടൻ നിർബന്ധിച്ച കാരണം 2 മണി കഴിച്ചു. കടല എടുക്കണം? പഴം മതിയാ? കടല വേണ്ടേ? പ്രോട്ടീനാ? കഴിച്ചോളോ. എന്നെ പറഞ്ഞത് പ്രോട്ടീനാ. എനിക്കിഷ്ടമില്ല. എനിക്കിഷ്ടം പഴമാണ്. എനിക്കൊരു കുഞ്ഞ് കഷ്ണം പഴം കിട്ടിയാലും മതി. പഴം ഇഷ്ടം. പക്ഷേ നല്ലതല്ല കേട്ടാ. നല്ലതാ ശരിക്കും പറഞ്ഞാൽ കടല തന്നെയാണ്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ടേ പുട്ടും പഴവും അങ്ങനെ ആക്കിയിട്ടാണ് നമ്മുടെ അതിലായത്. പിന്നെ കഴിക്കാൻ സാധ്യത തന്നെയാണ്. ഒന്നിലൊരു പഞ്ചാര ഇട്ടിട്ട് കഴിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് എന്താണ് ഇഷ്ടം ഒന്ന് പറയൂ കേട്ടോ. പുട്ടിന് കടലയാണോ ഇഷ്ടം? ശ്രീ വാസ്തു ചക്ക കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടുവോ? അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ചക്ക. പകുതിയുള്ളോ? ഒരു മുറിയുടെ പകുതി. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി അല്ലേ? എന്താ ചേട്ടൻ തിട്ട വെക്കണ്ടേ? എരിശ്ശേരി മതിയോ? എരിശ്ശേരി ഒരുപാട് തരത്തിൽ വയ്ക്കാം. എരിശ്ശേരി വയ്ക്കാം. എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. ഇന്ന് എരിശ്ശേരി ആക്കാം അല്ലേ? കുറേ ദിവസമായില്ലേ. നമ്മുടെ ചക്കയൊക്കെ മൂക്കണയും കർക്കിടക മാസം ആവണം. മഴക്കാലം ആവണം. ഒരു രക്ഷയില്ല. നാളെ ജാസ്തി ഉണ്ടാവില്ല അല്ലേ? സദ്യ എപ്പോഴാണ് പോവാ? മറ്റന്നാളല്ലേ പരിപാടി? നാളെ പരിപാടി. മറ്റന്നാൾ വരുള്ളൂ തിരിച്ച്. അങ്ങനെയാണ്. അതെന്നാ മറ്റന്നാൾ വരാത്തല്ലേ? പോകണം. ഫെബ്രുവരിയിൽ പോകണം എന്ന് വെച്ചത് 22-ാം തീയതി പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഡാൻസ് ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. അതെയാ? അത് അവൾക്ക് മറ്റേ സ്കോളർഷിപ്പിൻ്റെ എക്സാം ഉണ്ട്. വേറെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഡാൻസ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അമ്മമ്മയ്ക്ക് പോകണ്ട. നന്നായി. രാവിലെ തന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് ഒരു മാങ്ങ കിട്ടിയിട്ടോ. മാങ്ങ ഇടയിലൊക്കെ വലുതായിട്ടുണ്ട്. താഴെ വീണിട്ട് ഇത് ചതഞ്ഞിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. തൊലി കളഞ്ഞ് ഞാൻ ചെത്തി. ഇത്രയുണ്ട്. പക്ഷെ നല്ല പൊളിയാട്ടാ. ചമ്മന്തി അരയ്ക്കാം. നാളികേരം വേണം അല്ലേ? ജസ്റ്റ് നാളികേരം. നാളികേരം നാളികേരം ഇട്ടു കേട്ടോ. എന്താ വെച്ചാലേ നല്ലോണം വേണം. അല്ലെങ്കിൽ പുളിയുണ്ട്. നല്ല പുളിയും വാങ്ങിക്കി. പച്ചമുളക് വേണ്ട കേട്ടോളൂ. 2 കൊല്ലമുളകും കൂടി ചുട്ടിട്ടിടാം. ചുട്ടിട്ട് വരാം. 2 പച്ചമുളക് ഇട്ടു. 2 ചുമന്ന മുളക് ചുട്ടിട്ടു. ഉള്ളിയും ചുട്ടതാണ് കേട്ടോ. അത് തൊലി കളഞ്ഞിട്ട് അതിലിടാം. പിന്നെ 2 കറിവേപ്പിലയും കൂടി ഇടാൻ വേണമെങ്കിൽ. അത്ര മതി. ഇതിൽ ഉപ്പിട്ടെ അരയ്ക്കാം. ഉപ്പിട ഇതാ ആവശ്യത്തിന് ഉപ്പിട്ടു. ഞാൻ അരച്ചോളൂ കേട്ടോ. മതി അത് മതി. റെഡി ചെയ്യാം നോട്ടെ.
സൂപ്പർ രസാ കഴിച്ചോക്കോ. എന്ത് രസാ. ഒരു മാങ്ങ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, സ്വാദുണ്ട്. എനിക്ക് വിളിക്കണോ? അപ്പോൾ ചമ്മന്തി അരച്ച് വെച്ചു. ഇനി ചക്ക വെട്ടാൻ പോവാണ് കേട്ടോ. ഒരു പൂച്ച വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. മിയാ മിയാ ഒരു ഭക്ഷണം കഴിച്ചോ? ഒരു ഭക്ഷണം കഴിച്ചു. വെള്ളം കൊടുത്തേ പോവാ. നമ്മുടെ ചെടിത്തോട്ടത്തിൽ ഇന്ന് ജോലിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പുല്ല് വലിച്ച് കളയണം. പിന്നെ പഴുത്ത പോലെ ഉണ്ടല്ലേ. ഇതെങ്ങനെ വറക്കാനത് ചൊക്കാന്നിരിക്കണല്ലേ. ചൊക്കാന്നിരിക്കണല്ലേ. നാളേക്ക് പഴുക്കൂട്ടത്. കൈമകളുണ്ടാട്ടാ. ചക്ക വെട്ടാനായിട്ട് നമ്മുടെ ജയാസ് വെറൈറ്റി ഉള്ളതില്ലേ, അത് നല്ല ഭംഗിയായിട്ട് ചക്ക വെട്ടും. അടിപൊളിയാണ്. ഞാൻ ഇതാക്കിയിടാം കേട്ടോ, പൊളിച്ചിടാം. ചെത്തിയാൽ മതി. ജയശ്രീ ചക്ക വെട്ടി തന്നു. ഞാൻ അതിൻ്റെ ചോളയൊക്കെ പറിച്ചിടാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ചക്കയാട്ടോ നമ്മുടെ. നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുരുന്നും കളയാട്ടോ നമുക്ക്. കുരുവൊക്കെ കൂട്ടാൻ വയ്ക്കാം. അതിൻ്റെ ചക്കച്ചോള അല്ലേ. ചക്കച്ചോളയെക്കാളും കൂടുതൽ മടലാട്ടോ. മടൽ പച്ചക്കറി എവിടെയാണെന്നറിയോ? പാളയുടെ ഉപയോഗം മനസ്സിലായോ? നമുക്കിങ്ങനെ ചക്കയൊക്കെ വെട്ടാൻ മടലിടാനൊക്കെ പാള ഉപയോഗിക്കാം. പിന്നെ നല്ല പാളയാണെങ്കിൽ ചോള ഉപയോഗിക്കാം, ഇടാൻ ഉപയോഗിക്കാം. പിന്നെ പുളി വെയിലത്ത് വയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ശരിയാക്കണം, നുറുക്കണം. ഇത്ര നുറുക്കിയിട്ടോ നമ്മൾ. ബാക്കിയുള്ള നാളെക്കെടുക്കാം. ഞാൻ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതാ ചക്ക നുറുക്കിയത് കുക്കറിലിട്ടു. ഫുള്ളിട്ടു കേട്ടോ. കുറച്ച് പകുതിയുള്ളൂ, എന്നാൽ ഇത് മതി. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി 2 ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടു. വെള്ളം ഒഴിക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വയ്ക്കുകയാണ്. തീ കത്തിച്ചു, അടച്ചു. ഒരു 2 വിസിൽ വരട്ടെ. വിസിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നാളികേരം അരയ്ക്കുകയാണ്. ഒരു മുറി നാളികേരം, 2 സ്പൂണ്, ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂണ്, വലുതാണെങ്കിൽ 1 സ്പൂണ് ജീരകം കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ജീരകം അരച്ചത്, ജീരകം നാളികേരം അരച്ചത് വെച്ചു. കുക്കറിൽ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് വെന്തിട്ടില്ലെന്ന് നോക്കി. വെന്തിട്ടുണ്ട്. നാളികേരം ജീരകം കൂട്ടി അരച്ചത് അതിലേക്ക് ഒഴിക്കാം. തീ കത്തിച്ചു കേട്ടോ. ഒന്ന് തിളയ്ക്കണം പതുക്കെ. വെള്ളം കൂട്ടി അരച്ചതല്ലേ. നാളികേരം അരച്ചത് അതിലേക്ക് ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. ഒന്ന് പതുക്കെ തിള വന്നപ്പോൾ ഓഫാക്കാം കേട്ടോ. ഓഫാക്കി വറുത്തിടണം. ആദ്യം കടുക് വറുത്ത് പൊട്ടി കഴിയുമ്പോൾ നാളികേരം കൂടി വറുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. 2 സ്പൂൺ കടുകിടാം. എരിശ്ശേരിയിൽ നന്നായിട്ട് കടുക് വേണം. കടുക് പൊട്ടി കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ടു. നാളികേരം ഇടാം. കുറച്ച് കട്ട നാളികേരം തടി ഇടണ്ട കേട്ടോ. നമുക്ക്
നാളേക്ക് കറി വയ്ക്കാൻ നോക്കാം. നന്നായിട്ട് ചുമക്കെ വറക്കണം. ഗോൾഡൻ ബ്രൗൺ കളറായി ഇപ്പോൾ കണ്ടോ, ഇതുപോലെ വറക്കണം എരിശ്ശേരിക്ക്. ഇനി അതിലേക്ക് കണ്ട് ഒഴിക്കാം. കൈപ്പുള്ളോ പക്കട എടുത്താൽ മതിയായിരുന്നു. ഇതാ എരിശ്ശേരി റെഡി ആയിട്ടോ. റെഡി കണ്ട സൂപ്പർ എരിശ്ശേരി. സ്വാദം ഉണ്ടാവുക അല്ലേ. നമ്മൾ വിശേഷ ദിവസങ്ങളിൽ വയ്ക്കുന്ന ഒരു കറിയാണ് എരിശ്ശേരി. ചക്കക്കാലത്ത് ചക്ക കൊണ്ട് വയ്ക്കും. അടച്ചു വയ്ക്കാം. നല്ലോണം തുറക്കട്ടെ. സൂപ്പർ സൂപ്പർ കണ്ട എ ക്ലാസ് ഗംഭീരമുണ്ടല്ലോ. പകുതി എടുത്തിട്ട് നമ്മൾ ഇത്ര കൂട്ടാൻ വെച്ചു കേട്ടോ. ബാക്കിയുള്ള കഷ്ണം ഇതാണുള്ളത്. നാളെ നമുക്ക് വേറൊരു വിധത്തിൽ വയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ കുറച്ച് നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് കൂടെ വയ്ക്കാം കേട്ടോ. നമ്മുടെ മറ്റേ കൂട്ടാല്ലേ, നമ്മുടെ ഇന്നത്തെ മോര് കൂട്ടാല്ലേ, അത് എടുക്കാട്ടോ. മോരും ചക്കയും നല്ല കോമ്പിനേഷനാണ്. മാങ്ങയും ചക്കയും നല്ല കോമ്പിനേഷനാണ്. ഇന്നലത്തെ മോര് വറുത്തിട്ടതാട്ടാ. മോര് കൂട്ടാനാണ് ഇന്നലത്തെ മോര് കൂട്ടാൻ. ഓൺലി മോര് കഷ്ണമില്ലാത്തത്. ഇത് ചക്കരിശ്ശേരി, ഇത് മാങ്ങ ചമ്മന്തി, നെല്ലിക്കക്കറി. ഇത്ര ഉണ്ടായി. ഇത് മുഴുവനൊന്നും വേണ്ട. മാങ്ങ ചമ്മന്തി ഇല്ലപ്പോൾ നെല്ലിക്കക്കറി ഒന്നും വേണ്ട എനിക്ക്. വരുമോ വിസ്കുണ്ട് കേട്ടോ. നന്നായിട്ട് ചോറ് വിളമ്പാം. നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക കൂട്ടാനാട്ടോ. നിങ്ങൾ വന്നോളൂ, തരാം. കാം മാങ്ങ ചമ്മന്തി ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. എന്നാലും ഈ മാങ്ങ ചമ്മന്തി സൂപ്പർ. പിന്നെ നമ്മുടെ മോര്, ഇന്നലത്തെ മോര് വെറുതെ വറുത്തിട്ടത് ഒരു കൂട്ടാൻ. കുറച്ചേ ഉള്ളൂ. ഇന്നലത്തെ കൂട്ടാനാണ് കൂട്ടാനാ. സ്വാദാണ്. വാസന്തിക്ക് താങ്ക്സ് കേട്ടോ. വാസന്തിക്ക് താങ്ക്സ്. ഓ എടുത്തേ. വാസന്തിക്ക് താങ്ക്സ് കേട്ടോ. ചക്ക ഞങ്ങൾക്ക് ചക്ക കൊണ്ടുവന്ന അന്ന് വരുമ്പോൾ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്ക എരിശ്ശേരി കൂട്ടിയിട്ട് ഗംഭീരമായിട്ട് ഒരു ഇതാ സൂപ്പർ സാധനം കേട്ടോ. നല്ല ചക്കരിശ്ശേരി കൂട്ടിയതാണ്. ചമ്മന്തി വേണോ? ചമ്മന്തി കൂട്ടണോ? ചമ്മന്തി വിട്ട് വന്നാൽ തരാം കേട്ടോ. അതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. രസമല്ലേ? അടിപൊളി. ഇനി ചക്കക്കാലം തുടങ്ങിയ സുഖമായി. എന്നും ചക്ക വയ്ക്കാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ലതല്ലേ. ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലതാണ്, ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മുടെ ചക്കയാവുമ്പോൾ മഴക്കാലം വരും. അപ്പോഴേക്കും എല്ലാവരും ചക്ക കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഊണ് കേമായിട്ട് കേട്ടോ. നിങ്ങൾ വന്നാൽ എൻ്റെ ചക്കരിശ്ശേരി തരാം കേട്ടോ. മാങ്ങ ചമ്മന്തി തരാം. സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കേ.